താൻ നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിത 24 പറയുകയാണ്. സുബിൻ അലക്സാണ്ടർ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. തനിക്കൊപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തക ഗുണ്ടകൾക്കൊപ്പം നിന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് എത്താതിരുന്ന സഹപ്രവർത്തക അന്ന് ഡ്യൂട്ടിക്ക് എത്തിയതിൽ സംശയമുണ്ടെന്നും അതിജീവിത ആരോപിച്ചു. വാക്കുകളിലേക്ക്. ചെന്നപ്പം ഇതിന്റെ മെയിൻ സുബിൻ നമ്മുടെ കൗണ്ടറിലെ കസേരയിൽ കയറിയിരിക്കുക. ഞാൻ അന്നേരം ചെന്ന് നിന്നത് ഭിത്തിയറമ്പിലാണ്. ഭിത്തിയറമ്പിലോട്ട് ചെന്ന് നിന്നത് ഇവൻ 2 കൈയും കൂടെ ഭിത്തിയറമ്പിലേക്ക് നിന്ന് എന്നെ അങ്ങോട്ട് മുഖത്തോട് ഉമ്മ വെക്കാൻ തുടങ്ങി. വേറെ അവന്റെ ഒരു ഗുണ്ടേനെയും കൂടെ പിടിച്ച് അവനെയും കൂടെ കൂട്ടി നിർത്തി 2 പേരും കൂടെ എന്നെ അങ്ങോട്ട് ഉമ്മ വെച്ച് മുഖത്തും ഭയങ്കരമായിട്ട് ഉമ്മ വെച്ച് 2 പേരും കൂടെ. അവൻ നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഈ മുടിയെ പിടിച്ച് വലിക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഭയങ്കര ഉപദ്രവമായിരുന്നു. എന്റെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് ഒരു റൂമിലേക്ക് പോയി. ഞാനന്നേരം ഈ നമ്മുടെ ഡോറിന്റെ സൈഡിൽ ആ വരത്തിൽ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് ബലമായിട്ട് ഭിത്തിയെ പിടിച്ച് തള്ളി പുറകോട്ട് നിൽക്കുക. അപ്പൊ അതിന് ഉപ്പാണ് അവൻ പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ ഒരു പെങ്ങളായിട്ട് കണ്ടുകൂടെ എന്ന് പറഞ്ഞില്ല. എട്ടൊക്കെ എന്റെ മുഖത്തിന്റെ ഒരൊറ്റവനെ. ഷിജോ വിവരങ്ങളുമായി ചേർന്നു. ഷിജോ, ഞെട്ടിക്കുന്ന പ്രതികരണമാണ്. ലൈംഗിക ഉപദ്രവം, ദേഹോദ്രവം, മർദ്ദനം, കാണിക്കാവുന്ന മര്യാദകൾ മുഴുവൻ കാണിക്കുക. അതിന് ഈ അവിടുത്തെ ആ സ്പായിലെ തന്നെ സഹജീവനക്കാരി കൂടി പങ്കാളിയാണ് എന്ന സംശയം വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക്? ഷിജോ. ഹാഷ്മി, അങ്ങേയറ്റം വലിയ തരത്തിലുള്ള ഒരു ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു 16 മിനിറ്റിലധികം നമ്മളോട് അതിജീവിത ഫോണിലൂടെ സംസാരിച്ചിരുന്നു. അവർ നേരിട്ട അങ്ങേയറ്റം ക്രൂരമായ പീഡനത്തിൻ്റെ കഥയാണ് അവർ വിവരിച്ചത്. അവർ വലിയ തരത്തിലുള്ള ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് അതിജീവിത തുറന്നു പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30 ഈ സംഭവം നടക്കുന്നത്. അവിടെ എത്തിയ സുബിനും കൂട്ടാളികളും ഈ സുബിൻ അങ്ങേയറ്റം ക്രൂരമായിട്ട് തന്നെ പീഡനത്തിന് ഇരയാക്കിയെന്ന് അതിജീവിത പറയുന്നു. പണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടേക്ക് വരുന്നത്. ഈ പണം നൽകാതെ വന്നതോടുകൂടി തന്നെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കട്ടിലിൽ തള്ളിയിട്ടതിന് ശേഷം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നോട് വസ്ത്രം ഊരി മാറ്റാൻ ആവശ്യപ്പെടുന്നു. അതിന് തയ്യാറാകാതെ വന്നപ്പോൾ തൻ്റെ മുതുകിനിട്ടും പുറത്തിനിട്ടുമൊക്കെ കൈമുട്ടുകൊണ്ട് അടിക്കുകയും അതുപോലെ തന്നെ മുടിയെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. അത് പിന്നാലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭയന്നിട്ടാണ് താൻ തൻ്റെ വസ്ത്രം സ്വയം അഴിച്ചു മാറ്റിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത പറയുന്നുണ്ട്. അതിന് പിന്നാലെ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് അവിടെ നടന്നത്. അതിനുശേഷം അവിടെ ആ സ്പായിൽ വന്ന മറ്റൊരു ജീവനക്കാരൻ അല്ലെങ്കിൽ അവിടെ വന്ന മറ്റൊരു കസ്റ്റമർ, ആ ഒരു കസ്റ്റമറിനെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ആ കസ്റ്റമറിൻ്റെ ഒപ്പം തന്നെ കിടത്തിക്കൊണ്ട് ആ സുബിൻ ഫോട്ടോ എടുക്കുകയും അവിടെ വന്ന മറ്റൊരു കസ്റ്റമറിനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ തരത്തിൽ താൻ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത തുറന്നു പറയുകയാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തക ഈ അതിജീവിതയ്ക്കൊപ്പം 2 യുവതികളാണ് ആ സ്പായിൽ അന്ന് ജോലിക്കുണ്ടായിരുന്നത്. അതിൽ ഈ ക്രൂര പീഡനത്തിന് ഇരയായ അതിജീവിതയുടെ വാക്കുകളാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. ആ അതിജീവിത തനിക്കൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കെതിരെ കൂടി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഗുണ്ടകൾ അവിടേക്ക് വന്നപ്പോൾ വലിയ നിലവിളിയും ബഹളവും ഒക്കെ വെച്ച ഈ സഹപ്രവർത്തക പിന്നീട് ഈ പീഡനം കഴിഞ്ഞതിന് പിന്നാലെ ഈ ഗുണ്ടകൾക്കൊപ്പം ചേർന്നിരുന്നുകൊണ്ട് ചിരിക്കുകയും വർത്താനം പറയുകയും അവരുമായിട്ട് സൗഹൃദം സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് താൻ കണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഗുണ്ടകൾക്ക് വഴിയൊരുക്കി കൊടുക്കാനുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഈ തൻ്റെ സഹപ്രവർത്തകർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത പറയുകയാണ്. സാധാരണ നിലയിൽ ഞായറാഴ്ചകളിൽ ഈ സഹപ്രവർത്തക ജോലിക്ക് വരാത്തതാണ്. പക്ഷേ അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം ഞായറാഴ്ചയായിരുന്നു. അന്ന് തൻ്റെ സഹപ്രവർത്തക ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നതിനകത്ത് തനിക്ക് ഇപ്പോൾ സംശയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ സുബിനും ഈ പറയുന്ന മറ്റ് പ്രതികൾക്കുമെതിരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം. താൻ നേരിട്ടതുപോലെ ഒരു അനുഭവം ഇനി ഈ ലോകത്ത് ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. അങ്ങേയറ്റം വലിയ തരത്തിലുള്ള പ്രാണഭയത്താലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ അന്ന് മടിച്ചത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സുബിൻ്റെയൊക്കെ ക്രൂരതയ്ക്ക് വഴങ്ങേണ്ടി വന്നത് പ്രാണഭയം കൊണ്ടാണ്. കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ മർദ്ദിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും മുടിയെ പിടിച്ച് വലിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി വലിയ വിഷമത്തോടു കൂടി ഈ അതിജീവിത പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഹപ്രവർത്തകയായ ജീവനക്കാർക്കെതിരെ കൂടെ അന്വേഷണം ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ അവർ ഈ കാണിച്ച അക്രമങ്ങൾക്കൊക്കെ അവർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തോ കൊട്ടേഷനോ അപ്പോൾ ആരുടെയോ ഒരു കരങ്ങളിൽ ഈ ഗുണ്ടകൾക്ക് പിന്നിലുണ്ടല്ലോ ഷിജോ, അല്ലേ?
ഹാഷ്മി, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അതിജീവിത ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണ് 24-ലൂടെ ഇപ്പോൾ കേരള പൊതുസമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അതിജീവിത തന്റെ സഹപ്രവർത്തകയ്ക്കെതിരെ പോലും പറയുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും ഇതാദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. ഇതുവരെ പോലീസിനോട് പോലും അവർ അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ഇതാദ്യമായിട്ട് 24-ലൂടെ ഈ അതിജീവിത ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു. താൻ നേരിട്ട ക്രൂരപീഡനം അത് ഏത് സാഹചര്യത്തിലായിരുന്നു, എന്തിനു വേണ്ടിയാണ് അവരവിടെ വന്നത്, കൊട്ടേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരുന്നു. അവിടുന്ന് 50,000 രൂപ ആവശ്യപ്പെടുന്നു. ആ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് വരുമ്പോൾ തന്റെ സഹപ്രവർത്തക ബഹളം വെക്കുകയും ഇവരെ തടയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് തനിക്കൊപ്പം നിൽക്കേണ്ട സഹപ്രവർത്തക ഈ ഗുണ്ടകൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയും അവരോട് കളിയും ചിരിയും വർത്തനവും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയും ചേച്ചി ഇനി പേടിക്കേണ്ടതില്ല, ഇതെനിക്ക് അറിയാവുന്ന ആളുകളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ അതിജീവിത പറയുന്നുണ്ട്. അപ്പോൾ ഈ സഹപ്രവർത്തകയ്ക്കെതിരെ കൂടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ആ നിലയിലേക്ക് കൂടി പോകും. സ്വാഭാവികമായിട്ടും ഈ വാർത്തയിലടക്കം പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇക്കാര്യത്തിൽ കുറെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. കാരണം ഒന്ന്, ഈ പറയുന്ന ഈ ഒരു ആളിനെ മാത്രം എന്തുകൊണ്ട് ആക്രമിച്ചു, മറ്റേ ആൾ എന്തുകൊണ്ട് തുടക്കത്തെ അതിനുശേഷം നിശബ്ദയായി, അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് വന്നവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സ്പാ ഉടമ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ബിസിനസ് കിടമത്സരം, അനാവശ്യമായ ആ കിടമത്സരമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനിടയാക്കിയതെന്ന്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ അതും അന്വേഷണ വിധേയമാകുമോ? ക്രിസ്റ്റീന, സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലേക്ക് വരും. ഇനി ഇതിനകത്ത് ഈ പറയുന്ന സ്ഥാപന ഉടമ രാവിലെ 24-നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ചില സംശയങ്ങൾ തനിക്കുണ്ട്. ആ സംശയങ്ങൾ എന്താണ് എന്നുള്ളത് താൻ ഇപ്പോൾ തുറന്നു പറയുന്നില്ല. പക്ഷേ അത് പോലീസിന് മൊഴി നൽകാൻ വേണ്ടി വരുമ്പോൾ താൻ അത് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം സ്ഥാപന ഉടമ തിരുവല്ല പോലീസിൽ മൊഴി നൽകാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാം. അദ്ദേഹം മൊഴി നൽകിയതിന് ശേഷം എന്ത് പറയും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. പക്ഷേ ഈ തിരുവല്ലയിലെ ഈ പറയുന്ന സ്പാ അടക്കമുള്ള ചില സ്ഥാപനങ്ങൾ തമ്മിൽ കിടമത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി മറ്റ് ചില സ്ഥാപനങ്ങളിലെ ആളുകൾ കൊട്ടേഷൻ നൽകിയതാണ് എന്നുള്ളൊരു സംശയമാണ് നിലവിൽ ഈ സ്പാ ഉടമ സംശയമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് തൻ്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി കൂടി കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു പ്രതികരണമാണ് അതിജീവിത കൂടി ഇപ്പോൾ 24-ലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിജീവിത അല്ലെങ്കിൽ ഈ ക്രൂരത, ഈ ബലാത്സംഗത്തിന് ഇരയാകുന്ന സമയത്ത് തന്നെ ഒന്ന് അവിടുന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവരെ തടയാനോ തന്റെ സഹപ്രവർത്തകർ തയ്യാറായില്ല. അതിനവിടെ മാറി നിൽക്കുകയാണ് ചെയ്തത്. താൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അതായത് താൻ ഈ വലിയ ക്രൂര ബലാത്സംഗത്തിന് ഇരയായതിനു ശേഷം താൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന സഹപ്രവർത്തക ഈ ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്നതാണ് കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അവരെ ആ സ്ഥാപനത്തിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ തന്റെ സഹപ്രവർത്തക നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലടക്കം അവർ പോലീസിനോട് മൊഴിയായിട്ട് നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനകത്ത് ഈ പറയുന്ന ക്രൂരതയുടെ അങ്ങേയറ്റം ഞെട്ടുളവാക്കുന്ന വിവരങ്ങളാണ് അതിജീവിത ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏതൊക്കെ രീതിയിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ 2 പ്രതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഈ ബെർലിൻ ദാസ്, സുബിൻ അലക്സാണ്ടർ, ഈ 2 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. 4 പേർ ഒളിവിലാണ്. ഇനി ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ബാഹ്യമായിട്ടുള്ള മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമായിട്ട് പോലീസ് ഈ സുബിന് മരണം സുബിൻ എന്ന പേര് വരുന്നത് ഇത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള വൃത്തികേടുകൾ ചെയ്യാൻ മടിയില്ലാത്ത, അറക്കാത്ത ഒരാളാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ കത്ത് കഴുത്തിൽ വെച്ച കാര്യവും ഈ അങ്ങേയറ്റം ഉപദ്രവിക്കുന്ന കാര്യവും ലൈംഗികാതിക്രമത്തിന്റെ കാര്യവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത രോഷമോ സങ്കടമോ എന്തൊക്കെയോ തോന്നുന്നു ഷിജോ. കാശ്മീർ, ഒരു സ്ത്രീനെ ഇങ്ങനെ കൂട്ടമായിട്ട് ബലാത്സംഗമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ക്രൂരതയാണ് എന്ന് നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇനി ഇതൊന്നും ആവർത്തിക്കപ്പെടരുത് എന്ന് നമ്മൾ നിരന്തരം പറയുന്നതാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ നിർബാധം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊക്കെ തടയേണ്ട നിയമ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ പറയുന്ന സുബിൻ അലക്സാണ്ടർ തിരുവല്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഗൂണ്ടയാണ്. അയാൾക്കെതിരെ 18 കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സംഭവം നടക്കുന്ന 1-ാം തീയതി, അതായത് കഴിഞ്ഞ 1-ാം തീയതി നടക്കുമ്പോൾ കഴിഞ്ഞ മാസം ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഈ സുബിൻ അലക്സാണ്ടർ ജയിലിൽ നിന്ന് മോചിതനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിലിൽ കിടന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല രീതിയിലൊക്കെ നടക്കും, അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കൊന്നും പോകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജയിലിൽ നിന്ന് വന്നിറങ്ങി വീണ്ടും അതേ രീതിയിൽ തന്നെയുള്ള മറ്റു പല ക്രൂരതകളും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഇവിടുന്ന് മുങ്ങി നടക്കുകയല്ല ചെയ്യുന്നത്, വലിയ ധൈര്യശാലിയാണെന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തനിക്ക് ചോദിക്കാനും പറയാനും തൻ്റെ മുകളിൽ വേറെ ആളുകളൊക്കെ ഉണ്ട്, തനിക്കിതൊന്നും ബാധകമേ
അല്ല എന്നുള്ള രീതിയിലാണ് സുബിൻ അലക്സാണ്ടർ പെരുമാറുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം കുറ്റിപ്പുഴയിലെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ പോലീസ് അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം പ്രതിയെ പിടികൂടാൻ വേണ്ടി പോലീസ് അവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടായ നായകളെ അഴിച്ചുവിട്ട് പോലീസിനെ ആക്രമിക്കുകയാണ് ഈ പ്രതി ചെയ്തത്. അങ്ങനെ സുബിൻ അലക്സാണ്ടറിനെതിരെ 18 ക്രിമിനൽ കേസുകൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ പരസ്യമായിട്ട് മർദ്ദിച്ച പ്രതി കൂടിയാണ് സുബിൻ അലക്സാണ്ടർ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന മരണം സുബിൻ എന്നാണ് ഈ 29 വയസ്സുകാരൻ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അയാളുടെ ഒരു ക്രൂരതയുടെ വിവരങ്ങളാണ് ഈ അതിജീവിത പങ്കുവെച്ചത്. ഈ അതിജീവിത ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത്. അയാളാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രൂരതയ്ക്ക് ഈ പറയുന്ന അതിജീവിതനെ ഇരയാക്കിയത്. ഇപ്പോൾ ഈ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ ഈ സുബിനൊപ്പം വന്ന ആളുകൾ അതിജീവിതയെ ഈ സുബിൻ ക്രൂരമായി മർദ്ദിക്കുന്നതും പീഡിപ്പിക്കുന്നതുമൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ചു. അവിടെ വന്ന മറ്റൊരു കസ്റ്റമറിനെ ഈ അതിജീവിതയ്ക്കൊപ്പം ഇരുത്തിക്കൊണ്ട് ആ യുവാവിൻ്റെ കൂടി ചിത്രം പകർത്തുകയും ആ യുവാവിനെ കൂടി മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സുബിൻ ഇത്രയധികം ധൈര്യം കാണിക്കുന്നുണ്ടല്ലെങ്കിൽ അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉന്നതരുണ്ടോ? ഒരു ചോദ്യം അതാണ്. അതോ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ധൈര്യമാണോ? ഇത് രണ്ട് കാര്യങ്ങളും സംശയം ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ മുൻ കേസുകളിലൊക്കെ ഇയാൾക്ക് ആരുടെയെങ്കിലും ഒക്കെ പിന്തുണ കിട്ടിയിരുന്നോ? പല വിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് സുബിൻ അലക്സാണ്ടർ. ഞാൻ ഇന്നലെയാണ് ഈ പേര് ഇവിടെ വന്നിട്ട് കേൾക്കുന്നത്. കാരണം ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് അധിക നാളാകുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ സുബിൻ അലക്സാണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി ഈ ജില്ലയിൽ മറ്റൊരാൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവല്ലയിലടക്കം വലിയ തരത്തിലുള്ള സ്വാധീനം ഇയാൾക്കുണ്ട്. ഈ പറയുന്ന സ്പായിലേക്ക് ചെന്നുകൊണ്ട് ഒരു ഗൂണ്ടാപിരിവ് നടത്തുക മാത്രമല്ല, മറ്റു പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ഈ സുബിനെ കരുവാക്കുന്നുണ്ട് അല്ലെങ്കിൽ സുബിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിച്ച ഒരു പ്രതി കൂടിയാണ് ഈ സുബിൻ അലക്സാണ്ടർ. അയാൾക്ക് പല വിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ എന്തൊക്കെ ആവശ്യത്തിന് സുബിനെ ഉപയോഗിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബിൻ ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ഈ കേസിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരിക്കാം എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സുബിനെ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഈ കാപ്പ കേസ് പ്രതിയാണ്. അപ്പോൾ ഇത് കാപ്പ കേസ് പ്രതി എന്ന് പറയുമ്പോൾ പോലീസിന് നിരന്തരം നിരീക്ഷണത്തിൽ ഉണ്ടാവേണ്ട ആളാണ്. അയാൾ ഇറങ്ങി മര്യാദകൾ കാണിക്കുക, സ്വൈര്യവിഹാരം നടത്തുക, സ്പായിൽ കയറുക, പെൺകുട്ടികളെ ഉപദ്രവിക്കുക, എന്നിട്ട് നടന്ന് പിന്നെയും കാപ്പ ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു പറയുന്നത് കഷ്ടമാണ്. ആ അതിജീവിത പറഞ്ഞ പ്രതികരണത്തിന്റെ ഒരു ഭാഗം കൂടി ഒന്ന് കാണാം. ഇടത്തെ കൈയുടെ ഓർത്തിന്റെ നന്നായിട്ട് അടിച്ചു. എന്റെ പുറത്തിന്റെ അവന്റെ മുട്ടുകൈ വെച്ചിട്ട് ഒരൊറ്റ ഇടി. എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഡ്രസ്സ് അഴിക്കത്തില്ല, എന്നെ ഉപദ്രവിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് അലറി കരയുക. അന്നേരത്തേക്ക് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു കത്തി അത് പെട്ടെന്ന് എന്റെ തൊണ്ടക്കുഴിയിൽ വെച്ചു. തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. നമ്മള് അനുഭവിക്കാത്ത ഒന്നുമില്ല, അതുപോലെ അവൻ എന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്ത് ഈ ഡ്രസ്സൊന്നും ഇല്ലാത്ത. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് തൊണ്ടക്കുഴി വെച്ചിട്ട് കഴുത്തി വെച്ചിട്ട് വസ്ത്രം ഊരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തൊരു ഭീകരമായ ആ സമയത്ത് അതിജീവിത അനുഭവിക്കുന്ന അതിഭീകരമായ മാനസിക സംഘർഷവും ശാരീരിക വേദനയും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഷിജോ കുര്യൻ തുടരുന്നു. ഷിജോ, എന്നിട്ട് ഇയാൾ സെൽഫി എടുത്തു, വീഡിയോ ചിത്രീകരിച്ചു. അപ്പോൾ ഈ വീഡിയോയും സെൽഫിയൊക്കെ ഉമാറുടെ ഫോണിലൊക്കെ ഉണ്ട് അല്ലേ? അതെ ഹാഷ്മി, അതായത് ഒരു സ്ത്രീനെ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കുക, അതിനുശേഷം അത് വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുക, ഈ പീഡനവും മറ്റു കാര്യങ്ങളുമൊക്കെ മൊബൈൽ എടുത്തതിന് ശേഷം ഈ സ്ത്രീക്കൊപ്പം നിന്നുകൊണ്ട് പറയുന്ന ഈ രീതിയിൽ സെൽഫി എടുക്കുക, അതിനുശേഷം അതിനകത്ത് ഒരു ആനന്ദം കണ്ടെത്തുക. അങ്ങേയറ്റം മനോവൈകൃതം തന്നെ വേണം പറയാനായിട്ട്. അത്തരത്തിൽ വൈകൃതമുള്ള ഒരു മനുഷ്യനെന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു ക്രൂരനായിട്ടുള്ള ഒരാളാണ് സുബിൻ അലക്സാണ്ടർ. എന്തായാലും ഈ പറയുന്ന അതിജീവിതയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നു, അതിനുശേഷം ആ ഒരു സെൽഫി എടുക്കുന്നു. അതിന് പിന്നാലെ അവിടെ വന്ന മറ്റൊരു കസ്റ്റമറെ ഈ അതിജീവിതയ്ക്കൊപ്പം തള്ളിയിട്ടുകൊണ്ട് ആ യുവാവിനെ നഗ്നനാക്കിക്കൊണ്ട് ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം ഇരുത്തിക്കൊണ്ട് ആ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി ആ യുവാവിൻ്റെയും ഈ അതിജീവിതയുടെയും ചിത്രങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള
പീഡനത്തിന് ഈ അതിജീവിതനെ വിധേയമാക്കിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലേക്ക് അന്വേഷണം പോകും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സുബിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ സ്ഥാപനത്തിന്റെ ഉടമ സംശയിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഈ സ്പാകൾ തമ്മിലുള്ള കിടമത്സരമാണ്, എൻ്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്തൊരു കൊട്ടേഷനാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ ആര് കൊട്ടേഷൻ കൊടുത്തു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തായിരുന്നു ഇതിന്റെ മോട്ടീവ്, ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതാണ്. അതിനകത്ത് ഈ പറയുന്ന ഒരുപക്ഷെ കൊട്ടേഷൻ ആയിരുന്നിരിക്കാം. കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്ത് പോയി ഒരു ഗുണ്ടാപ്പിരിവ് നടത്തി ആ സ്ഥാപനത്തെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. പക്ഷേ ഈ സ്ത്രീനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതിന് പിന്നുള്ള സാഹചര്യവും അതിന്റെ മോട്ടീവുമാണ് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ആ സുബിന്റെ ഇഷ്ടപ്രകാരം തന്നെ അത് ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു പ്രത്യേക സംഘത്തെ SP നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം ഇന്നു മുതൽ അന്വേഷണം തുടങ്ങുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.